വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയില്ലാതെ ഇംഗ്ലണ്ടിനെ നേരിടാൻ പോകുന്ന ഇന്ത്യൻ ടെസ്റ്റ് ടീം എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒരു ചാൻസസ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ടെസ്റ്റ് ക്രിക്കറ്റ് വിജയത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ വിജയത്തോട് കൂടിയിട്ട് ഇന്ത്യയുടെ ഒരു നല്ല ടീമാണല്ലോ പോകുന്നത്. എങ്ങനെയാണ് ദിലീപ് എന്നെ വിലയിരുത്തുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും പറയണ പോലെ അത്രയും ഒരു ദുരന്തമായിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എല്ലാവരും കുറെ പേരുടെ അഭിപ്രായത്തിൽ ഇപ്പൊ ഈ കോഹ്ലിയും രോഹിത്തും ഇല്ലാതെ ഒന്നും റൺസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ കോഹ്ലി ആദ്യം ഇംഗ്ലണ്ട് പോയപ്പോ 10 ഇന്നിങ്സിൽ 134 റണ്ണാണ് എടുത്തത്. അപ്പൊ എല്ലാ കളിക്കാർക്കും അതൊരു ചാലഞ്ച് തന്നെയാണ് ആദ്യം അവിടെ പോയി കളിക്കുമ്പോൾ. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് ശരിക്കും ഞാൻ കണ്ടൊരു ഇന്ത്യൻ പര്യടനം 86-ലായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒരു പ്രതീക്ഷ ഇല്ലാതെ കപിൽ ദേവിന്റെ ടീം പോയിട്ട് 2-0 ജയിച്ചതാണ്. ഇംഗ്ലണ്ടിൽ എന്താന്ന് പറഞ്ഞാൽ അവിടുത്തെ കണ്ടീഷൻസില് ബാക്കി രാജ്യങ്ങൾ പോലെയല്ല. ഇപ്പൊ ഇന്ത്യയിൽ ജയിക്കണമെങ്കിൽ സ്പിന്നർമാർ വേണം. ഓസ്ട്രേലിയയിലും സൗത്ത് ആഫ്രിക്കയിലും പോയാൽ സാധാരണ പേസുള്ള ബോളേഴ്സ് വേണം, ബൗൺസ് കിട്ടാൻ പറ്റുന്ന ബോളർമാരായിരിക്കണം. ഇംഗ്ലണ്ടിൽ ശരിക്കും പ്രത്യേകിച്ച് ഇപ്പൊ ജൂണിലും ജൂലൈയിലുമാണ് നമ്മൾ കളിക്കേണ്ടത്. അപ്പൊ സമ്മറിന്റെ ആദ്യ ഭാഗമാണ്. ചൂടും വെയിലും ഒക്കെ കുറച്ച് കൂടണതിന് മുമ്പുള്ള സമയത്ത് കുറച്ച് മഴക്കാറുണ്ടാവും. പിച്ചസ് പൊതുവെ കുറച്ച് ഫ്രഷ് ആണ്. അപ്പൊ പൊതുവെ ലോ സ്കോറിംഗ് ആയിട്ടുള്ള കളികളായിരിക്കും ജൂണിലും ജൂലൈയിലും. അപ്പോൾ ബോളർമാരുടെ ഭാഗത്തുനിന്ന് ശരിക്കും കൺട്രോളാണ് വേണ്ടത്, അല്ലാതെ പേസ് അല്ല. അപ്പൊ ഈ നമ്മൾ മുമ്പ് ജയിച്ചപ്പോ മദൻലാൽ, റോജർ ബിന്നി, ചേതൻ ശർമ്മ ഇവരാരും നമ്മുടെ മനസ്സിൽ സൂപ്പർ സ്റ്റാർസ് ഒന്നും അല്ല. പക്ഷെ അവർക്ക് ആ സ്വിങ് ചെയ്യണ ബോള് അല്ലെങ്കിൽ സീം മൂവ്മെന്റ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റി. എന്നുവെച്ചാൽ ഒരു വലിയൊരു കളിക്കാരനെ ഔട്ടാക്കണമെങ്കിൽ ബോൾ ഇത്ര സ്വിങ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അത് അവര് ഈസി ആയിട്ട് ലീവ് ചെയ്യും. ഇത്ര മൂവ്മെന്റ് ഉള്ളപ്പോഴാണ് എഡ്ജ് കിട്ടുന്നത്. അപ്പൊ ആ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് പറ്റിയ കളിക്കാരുണ്ട്. ഇപ്പൊ ബുംറ ചിലപ്പോൾ 3 ടെസ്റ്റേ കളിക്കുള്ളൂ. പക്ഷെ അത് കൂടാതെ സിറാജ് ആയാലും പ്രസീദ് കൃഷ്ണ ആയാലും ഇപ്പൊ എല്ലാവരും പറയുന്നത് അർഷ്ദീപ് സിംഗ് വെറും വൈറ്റ് ബോൾ ക്രിക്കറ്ററാണ്, എന്തുകൊണ്ട് എടുത്തു. പക്ഷെ അർഷ്ദീപ് കഴിഞ്ഞ കൊല്ലമല്ല 2 സീസൺ മുമ്പ് കൗണ്ടി പോയി കളിച്ചത്. വലിയ സക്സസ് ആയിരുന്നില്ലെങ്കിൽ ആ ഒരു പരിചയമുണ്ട്. പിന്നെ നല്ല സ്കിൽസ് ഉള്ള ബോളറാണ്. ഇപ്പം ഈ സ്വിങ് ചെയ്യാൻ പറ്റും ഈ കണ്ടീഷൻസിൽ. അപ്പോൾ ബോളിംഗ് കോച്ചിന്റെ മികവ് അനുസരിച്ചിരിക്കും അവരെങ്ങനെ ഗൈഡ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ഇന്നലെ വായിച്ചത് മൈക്കിൾ ക്ലാർക്ക് പറഞ്ഞിട്ടുള്ള 3-2 ഇന്ത്യ ജയിക്കുന്നതാണ്. വേറെ ഗാംഗുലി എനിക്ക് തോന്നുന്നു പറഞ്ഞത് 3-2 ഇംഗ്ലണ്ട് ജയിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇന്ത്യ ഒരു ടെസ്റ്റ് എന്തായാലും ജയിക്കുന്ന എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്റെ പ്രഡിക്ഷൻ ആണെങ്കിൽ 3-1 ഇംഗ്ലണ്ട് ജയിക്കുന്നതാണ്. അതെ, പക്ഷെ എല്ലാരും വിചാരിച്ച പോലെ അത്ര മോശമായിരിക്കില്ല. ഈ ഇംഗ്ലണ്ടിലാണ് പിന്നെ ദിലീപിന്റെ സ്പോർട്സ് ജേർണലിസത്തിന്റെയും പഠനത്തിൻ്റെ ഒക്കെ ഒരു വലിയ കാലം. ഈ ഇംഗ്ലണ്ടിലിരുന്ന് കളി കണ്ട അനുഭവങ്ങളിൽ ഈ ഇന്ത്യയായിട്ടുള്ള കളി പ്രത്യേകിച്ച് ഓർമ്മയുള്ളത്? 2007 ഞാൻ ആദ്യം ഒരു സീരീസ് കവർ ചെയ്തത്. അതില് ശരിക്കും ഓർമ്മയുള്ള ട്രെൻഡ് ബ്രിഡ്ജിൽ ഇതേപോലെ വളരെ സീം മൂവ്മെന്റ് ഉണ്ടാവും. ഇന്ത്യ തോൽക്കുന്ന ലോർഡ്സിൽ കഷ്ടി നമ്മളെ രക്ഷപ്പെട്ടിട്ടാണ് അവിടെ ഡ്രോ കഴിഞ്ഞിട്ടാണ് അവിടെ പോണത്. അപ്പോൾ പക്ഷെ സഹീർ ഖാനൊക്കെ തിരിച്ചു വരുന്ന ഒരു കാലമാണ്. ശ്രീശാന്ത് അപ്പം ടീമിലേക്ക് ഒന്ന് സെറ്റിൽഡ് ആയിട്ടേ ഉള്ളൂ. ഇവര് പക്ഷെ വളരെ നന്നായി ബോൾ ചെയ്തു ആ സീരീസ്, സഹീർ പ്രത്യേകിച്ചും ശ്രീശാന്ത് സപ്പോർട്ടായിട്ടും. അപ്പൊ അങ്ങനെ ട്രെൻഡ് ബ്രിഡ്ജിൽ ജയിച്ച അത് വലിയൊരു ഓർമ്മയാണ്. എന്താ വെച്ചാൽ അത് ആ ടീം ലോകകപ്പ് ദുരന്തം കഴിഞ്ഞിട്ട് പോണത്. ആദ്യ റൗണ്ട് പുറത്തായിട്ട് കോച്ചില്ല, ചന്തു ബോർഡെ ഭാവം 73-ാമത്തെ വയസ്സിൽ മാനേജർ/കോച്ചൊക്കെ ആയിട്ട് പോയിട്ട് അത്രയും മോശമൊരു കാലമായിരുന്നു. ആരും ഒരു ചാൻസ് കൊടുക്കാത്തൊരു ടീം. അപ്പൊ ആ ട്രെൻഡ് ബ്രിഡ്ജ് വിജയം എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. പിന്നെ തോറ്റത് 11 വളരെ മോശമായിട്ട് 4-0, 14 3-1. ഈ ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിലെ ആദ്യത്തെ സീരീസ് ആണല്ലോ വരാൻ പോകുന്നത്. അതിനകത്ത് 2 ചോദ്യങ്ങൾ. ഒന്ന് അദ്ദേഹത്തിന്റെ ഫോം, പിന്നെ ഓവർസീസ് ഫോം, പിന്നെ ക്യാപ്റ്റൻസി മികവ്. ഇത്തരം കാര്യങ്ങൾ ദിലീപ് റിവ്യൂ ചെയ്യും എങ്ങനെയാണ്? ഈ ഓവർസീസ് ഫോം എന്നുള്ളതിൽ എനിക്ക് വലിയൊരു വിശ്വാസമില്ല. ഇപ്പൊ പല കളിക്കാരും അവർ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഇപ്പൊ മൈക്കിൾ ക്ലാർക്കിന്റെ ഒക്കെ ഫസ്റ്റ് ക്ലാസ് ആവറേജ് 40-ന് താഴെയായിരുന്നു. മൈക്കിൾ വോണ്ട് ഇവര് രണ്ടുപേരും പക്ഷെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വന്നപ്പോൾ അവർക്ക് കളിക്കാൻ പറ്റി. എന്നാൽ ചില കളിക്കാർക്ക് ആ ഒരു ബിഗ് സ്റ്റേജ് വേണം. അവർക്കല്ലാതെ 10 ആളുടെ മുമ്പിൽ കളിക്കാൻ ഒരു താല്പര്യമില്ല. അങ്ങനെയാണ് ചിലർ.
ശുഭ്മൻ ഗില്ലിന്റെ അതുകൊണ്ട് ഞാൻ ആ നമ്പേഴ്സ് നോക്കണില്ല. ഇപ്പൊ നേരത്തെ കോഹ്ലിയുടെ കാര്യം പറഞ്ഞ പോലെ ആദ്യത്തെ ടൂർ വളരെ മോശമായിരുന്നു. രണ്ടാമത്തെ ടൂർ ആയപ്പോഴേക്കും കോഹ്ലിക്ക് മനസ്സിലായി ഇംഗ്ലണ്ടിൽ എങ്ങനെയാ ബാറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്റെ വിശ്വാസം ഇപ്പൊ ഇന്ത്യൻ ടീം അവിടെ എത്തിയിട്ട് ഇപ്പൊ ഒരു 2 ആഴ്ച കഴിഞ്ഞു. ആ സമയം കൊണ്ട് അവർ പലരോടും സംസാരിച്ചിട്ടുണ്ടാവും, അവിടെ കളിച്ച അനുഭവമുള്ള കോച്ചിങ് സ്റ്റാഫിനോട് സംസാരിച്ചിട്ടുണ്ടാവും എങ്ങനെ ബാറ്റ് ചെയ്യണം, പ്രത്യേകിച്ച് ആദ്യത്തെ 2-3 മണിക്കൂർ. പലപ്പോഴും ഒരു മാച്ചിന്റെ ടോൺ സെറ്റ് ചെയ്യേണ്ട ആദ്യത്തെ 2-3 മണിക്കൂറിൽ. 2002 എല്ലാവരും ബോൾ ചെയ്യൂ എന്ന് പറഞ്ഞ് ഹെഡിംഗിൽ ഗാംഗുലി ബാറ്റ് ചെയ്തു. ഒരു കാരണം ഞങ്ങൾക്ക് നിങ്ങളെ പേടിയില്ല എന്ന് കാണിക്കാനായിരുന്നു. ആദ്യത്തെ 2-3 മണിക്കൂർ പക്ഷെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ബാറ്റിംഗ്. പക്ഷെ രാഹുൽ ദ്രാവിഡും സഞ്ജയ് ബാങ്കറും പിടിച്ചു നിന്ന് പിന്നെ ഇന്ത്യ 628 റണ്ണോ എത്രയോ എടുത്തു, ഇന്നിങ്സിന് ജയിക്കുകയും ചെയ്തു. അപ്പൊ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. ഒരു 2-3 മണിക്കൂർ ഇപ്പൊ ശുഭ്മൻ ഗില്ലായാലും സായ് സുദർശനായാലും അവിടെ പിടിച്ചു നിൽക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ പക്ഷെ എളുപ്പമാണ് പലപ്പോഴും. അപ്പൊ ആ ഒരു ഗട്ട്സ് കാണിക്കണം. അതിനുള്ള കഴിവുണ്ടോ ഗില്ലിന്? തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഗില്ലിന്റെ ക്യാപ്റ്റൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചുറ്റും കുറച്ച് അനുഭവമുള്ള കളിക്കാരുണ്ട്. ഇപ്പൊ ബുംറയാണ് ഓസ്ട്രേലിയയിൽ ക്യാപ്റ്റൻ ചെയ്ത് രോഹിത് ഇല്ലാത്തപ്പോ. ഋഷഭ് പന്തും ഒക്കെ വേറെ മറ്റേ IPL-ലൊക്കെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. KL രാഹുൽ ഉണ്ട് അവിടെ. രവീന്ദ്ര ജഡേജ എത്രയോ ടൂറ് പോയിട്ടുള്ളതാണ്, ഇംഗ്ലണ്ട് മാത്രമല്ല പല രാജ്യങ്ങളും. അതേപോലെ ഇപ്പൊ കരുൺ നായർക്കൊക്കെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നല്ല അനുഭവമുള്ള കളിക്കാരനാണ്. അപ്പൊ ഇവരൊക്കെ ചുറ്റുമുണ്ട്. പിന്നെ കോച്ചിങ് സ്റ്റാഫ്, പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അവിടെ കമന്റേറ്റേഴ്സ് ആയിട്ടുള്ള പലരും, ദിനേഷ് കാർത്തിക് ആയാലും ഗാവസ്കർ, ഇവരൊക്കെ സഹായിക്കാൻ തയ്യാറാണ്. അപ്പൊ ഇവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് അധികം ഈഗോസ് ഇല്ലാത്തൊരു ടീമാണ്. അപ്പൊ അത് കാരണം എനിക്ക് തോന്നുന്നില്ല ശുഭ്മൻ ഗില്ലിന് മടി ഉണ്ടാവും ഒരു ബുംറയുടെ അടുത്ത് പോവാനോ അല്ലെങ്കിൽ ഒരു KL രാഹുലിന്റെ അടുത്ത് പോവാനോ. എനിക്ക് ഇപ്പൊ ഈ സാഹചര്യത്തിൽ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കാനൊരു മടി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ചെറുപ്പക്കാരനായ ഒരു ക്യാപ്റ്റന് അതൊരു ഗുണമുണ്ട്. അതുപോലെ തന്നെ ഒരു റിയൽ ടെസ്റ്റ് ആയിട്ട് ഇത് വരാൻ പോകുന്നത് ഗംഭീറിനാണ്. അതെ, ഇപ്പൊ ഇന്ന് രാവിലെ തിരിച്ചെത്തിയിട്ടുള്ള അമ്മയ്ക്ക് സുഖമില്ലാതെ ഒരാഴ്ച ഇവിടെ, ഒരാഴ്ച അല്ല 5 ദിവസം നാട്ടിലായിരുന്നു. ആ സമയത്ത് പക്ഷെ ലക്ഷ്മൺ അവിടെ ഉണ്ടായിരുന്നു. VVS ലക്ഷ്മൺ Under-19 ടീം അവിടെ 27-ാം തീയതി തൊട്ട് കളിക്കാൻ പോവാ. അപ്പൊ ലക്ഷ്മൺ അവിടെ നേരത്തെ എത്തിയിട്ട് കുറച്ച് ദിവസം സീനിയർ ടീമിന്റെ കൂടെ ഉണ്ടായിരുന്നു, അവരുടെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. അപ്പൊ ലക്ഷ്മൺ അങ്ങനത്തെ ആൾക്കാർ, ഇപ്പൊ ഗാംഗുലി എനിക്ക് തോന്നുന്നു ഒരു കളി കാണാൻ പോകുന്നുണ്ട് അവിടെ. ഇങ്ങനത്തെ ആൾക്കാരോടൊക്കെ സംസാരിച്ചാൽ കുറെ ടിപ്സ് കിട്ടും പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള കളിക്കാർക്ക്. അതേപോലെ കമന്ററിയിൽ അവിടെ ശാസ്ത്രി ഉണ്ടാവും, ഗവാസ്കർ, ഇങ്ങനെ പലരും ഉണ്ടാവും. ഇവരോടൊക്കെ പോയി സംസാരിച്ചാൽ പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെ കളിക്കണം. പ്രത്യേകിച്ച് ഇന്ത്യ ഈ ജൂണിൽ കളിച്ചിട്ട് ഇപ്പൊ ഏകദേശം 30 കൊല്ലമായി. 96-ലാണ് അവസാനം ജൂണിൽ കളിച്ചത്. അപ്പൊ കണ്ടീഷൻസ് വളരെ വ്യത്യാസമാണ് ജൂണിലും ഓഗസ്റ്റിലും. അപ്പൊ ആ സമയത്ത് എങ്ങനെ കളിക്കണം എന്ന് കുറച്ച് അനുഭവമുള്ള കളിക്കാരോട് ചോദിച്ചാൽ. ഇതിലിപ്പോ ഈ 2 ടീമിലും, ഇംഗ്ലീഷ് ടീമിലും ഇന്ത്യൻ ടീമിലും, ദിലീപിനൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു പാക്കേജ് ഏതായിരിക്കും പറയാൻ പറ്റുമോ? എനിക്ക് വലിയ പ്രതീക്ഷ ഉള്ളത് സായ് സുദർശനാണ്. ഇതേപോലെ നേരത്തെ പലരും പറഞ്ഞിട്ടുണ്ട് ഇയാള് വൈറ്റ് ബോൾ ക്രിക്കറ്ററാണ്. ഈ ഇടയ്ക്ക് തമിഴ്നാടിന്റെ തന്നെ പണ്ടത്തെ ഒരു കോച്ച് പറഞ്ഞു അവന് ഇംഗ്ലണ്ടിൽ പോയി ഷൈൻ ചെയ്യാനുള്ള ടെക്നിക്കൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ടെസ്റ്റ് ക്രിക്കറ്റ് ടെക്നിക്കിന്റെ മാത്രം കളിയല്ല, കുറെ ഇവിടെയാണ്. ഇപ്പൊ ഗാംഗുലിയെ പറ്റി പണ്ട് എല്ലാവരും ഇതാ പറഞ്ഞു, ടെക്നിക്കില്ല, ഷോർട്ട് ബോൾ കളിക്കാനില്ല. ഗാംഗുലിയുടെ ആദ്യത്തെ 2 ടെസ്റ്റ് ഇന്നിങ്സും സെഞ്ചുറി ആയിരുന്നു ഇംഗ്ലണ്ടിൽ. എന്നുവെച്ചാൽ എനിക്ക് കളിച്ച് ജയിക്കണം എന്നുള്ള ഒരു വാശി ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് പലതും ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ടീമിൽ പലർക്കും പലതും പ്രൂവ് ചെയ്യാണ്ട്. അതിപ്പോ ഇതിൽ ആരും എന്താ പറയുക ഒരു സൂപ്പർ സ്റ്റാർ ഒന്നും ആയിട്ടില്ല. ഒരു വിരാട് കോഹ്ലിയുടെ ലെവലിലോ അത് രോഹിത് ശർമ്മയുടെ ലെവലിലും കൂടി ആരെയും കാണുന്നില്ല ഈ ടീമിൽ. ബുംറ ഒഴിച്ച്, ബുംറ മാത്രം ശരിക്കും ഒരു വേൾഡ് ക്ലാസ് പ്ലെയറിന് ഇപ്പൊ ഈ ടീമിലുള്ളൂ. ബാക്കി ഇപ്പൊ സിറാജ് ആയാലും ലെഫ്റ്റ് ആം സ്പിന്നറായ കുൽദീപ് യാദവ് ആയാലും ഇവർക്കൊക്കെ എന്തെങ്കിലും ആൾക്കാരെ കാണിക്കാനുണ്ട്. പലപ്പോഴും എഴുതി തള്ളിയ കളിക്കാരെ, ഷാർദുൽ ഠാക്കൂർ, പലരും. അപ്പൊ അങ്ങനെ അവർക്ക് ഒരു വാശിയോടെ കളിച്ചാൽ തീർച്ചയായിട്ടും ജയിക്കാം. പിന്നെ ഒരു ഫാക്ടർ ഉള്ളത് എന്താ വെച്ചാൽ ഈ ഇംഗ്ലണ്ട് ടീം ബെൻ സ്റ്റോക്സും മെക്കളും കോച്ചായതിനു ശേഷം അവർക്ക് അതിൽ ജോ റൂട്ട് ഒഴിച്ച് പല ബാറ്റ്സ്മാനും ഒറ്റ ഗിയറേ ഉള്ളൂ.
അത് ടോപ്പ് ഗിയറിൽ മാത്രമേ അവർ ആദ്യത്തെ ബോൾ തൊട്ട് അടിക്കാൻ നോക്കും. അങ്ങനത്തെ ഒരു ടീമിനെതിരെ നമുക്ക് എപ്പോഴും ഒരു ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ബോൾ കുറച്ച് മൂവ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ഒരു ദിവസത്തിൽ 450 റൺ എടുക്കും, പക്ഷെ അതേ ടീം ചിലപ്പോൾ 100 റണ്ണിന് ഓൾ ഔട്ട് ആവും ചെയ്യും.